ലൈംഗിക അതിക്രമ കേസിലെ രണ്ടാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. കേസ് കെട്ടിച്ചമച്ചതെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം. സിജോ വി ജോണുണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുലിന്റെ വാദം എന്താണ്? ഈ കേസ് കെട്ടിച്ചമച്ചതെന്ന വാദത്തിൽ തന്നെയാണോ രാഹുൽ നിൽക്കുന്നത്? വിധി അല്പസമയത്തിനകം തന്നെ ഉണ്ടാവുകയില്ലേ? വിധി ഉണ്ടാകുമോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇത് ജാമ്യാപേക്ഷ ആദ്യമായിട്ടാണ് പരിഗണിക്കുന്നത്. സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് തുടർവാദത്തിലേക്കൊക്കെ മാറ്റിവെക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിധി എപ്പോഴുണ്ടാകുമെന്നുള്ളത് ഇന്ന് ജാമ്യ ഹർജി പരിഗണിച്ചതിന് ശേഷം അതിന്റെ തുടർ നടപടികൾക്ക് ശേഷമാണ് നമുക്കൊരു വ്യക്തത പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ പരാതി പോലും വ്യാജമാണ്. KPCC പ്രസിഡന്റിന് ഒരു ഇമെയിൽ സന്ദേശം വരുന്നു. അത് വന്നത് DGPക്ക് കൈമാറുന്നു. പിന്നീട് അത് SIT പരിശോധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ ഇരയായി എന്ന് പറയുന്ന യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുക പോലും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊരു കേസാണ്, ഒരു കേസെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത് വൈകുകയാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് തടയണം എന്നുള്ളൊരു ആവശ്യം മുന്നിട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസവും ഒന്നാമത്തെ കേസിലും ഈ നൽകിയ പരാതിയിലും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷെ അന്ന് ജില്ലാ സെഷൻസ് കോടതി അറസ്റ്റ് തടയാൻ സാധിക്കത്തില്ല എന്നൊരു നിലപാടാണ് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിലെന്ത് നിലപാട് എടുക്കുമെന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കുകയും ചെയ്യും. ശരി സിജോ, എന്തായാലും സിജോ, ഞാൻ സിജോയിലേക്ക് അല്പസമയത്തിനകം തന്നെ മടങ്ങിയെത്താം. സിജോയ്ക്ക് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം സിജോ വി ജോൺ നൽകും. ഇപ്പോൾ വിജിനും കൂടെ നമുക്കൊപ്പം ചേരുകയാണ്. വിജിൻ, നോക്കൂ, രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ വാദിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഫാബ്രിക്കേറ്റഡ് കേസാണ്, ഒരു തെളിവുമില്ല എന്ന തരത്തിലുള്ള ഒരു വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നത്. അപ്പോൾ കോടതിയിൽ അത് ശരിക്കും നിലനിൽക്കുമോ? അതിന്റെ ഒരു നിയമ വശം എന്താണ് ശരിക്കും വിജിൻ? അജി, ഇക്കാര്യത്തിൽ KPCC പ്രസിഡന്റിന് ലഭിച്ച ഒരു പരാതി മാത്രമാണ് ഈ കേസ് എന്നുള്ളതാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഭിഭാഷകർ അറിയിച്ചിരിക്കുന്നത്. ജില്ലാ സെഷൻസ് കോടതിയാണ് നിലവിൽ അല്പസമയത്തിനകം തന്നെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെട്ടിച്ചമച്ച കേസാണ്, രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടായ കേസാണ് എന്നുള്ളതാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ കോടതിയെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോടതി അക്കാര്യത്തിൽ വിശദമായ എന്ത് വാദമാണ് നിരത്താനുള്ളത് എന്ന് പ്രോസിക്യൂഷനോട് ആവശ്യപ്പെടും. സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ പറയാൻ പോകുന്ന കാര്യം പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലാണ് ഏറ്റവും നിർണായകമായി രാഹുലിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വിധിയിലേക്ക് പോകും എന്ന കാര്യത്തിലുള്ള ഇപ്പോഴും ഒരു സംശയമുള്ളത്. കാരണം ഇക്കാര്യത്തിൽ പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറാണ്. കഴിഞ്ഞ ദിവസം FIR രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. പെൺകുട്ടിയുമായി പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം IG പൂങ്കുഴലിയെ തന്നെ നേതൃത്വം ഏൽപ്പിച്ചുകൊണ്ടൊരു സംഘത്തെ ഈ പെൺകുട്ടിയുടെ മൊഴി ശേഖരിക്കാനും ഒപ്പം തന്നെ ഈ പരാതി, രണ്ടാമത്തെ പരാതി പരിശോധിക്കാൻ ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് നിയോഗിച്ചത്. അവർ പെൺകുട്ടിയുമായി ആശയവിനിമയം നടത്തി. ആ ആശയവിനിമയത്തിലാണ് മൊഴി നൽകാൻ തയ്യാറാണ്. പക്ഷേ തൻ്റെ വ്യക്തിവിവരങ്ങൾ പുറത്തു പോകരുത്, വലിയ തരത്തിലുള്ള സൈബർ അറ്റാക്ക് ആദ്യം പരാതി നൽകിയ പെൺകുട്ടി നേരിടുന്നുണ്ട്, അതേ സാഹചര്യം തനിക്കുണ്ടാകരുത് എന്ന കാര്യമാണ് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഒപ്പം തന്നെ മൊഴി നൽകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഉൾപ്പെടെ അത് പോലീസ് കോടതിയിൽ ഹാജരാക്കും. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കാനാണ് സാധ്യത. എന്തായാലും ഈ കേസ് കഴിഞ്ഞ കേസിനെ പോലെയല്ല. കഴിഞ്ഞ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രധാനമായുള്ള വാദം അത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധം ആണ് ഉണ്ടായത്, ഗർഭചിത്രം നടത്തിയിട്ടില്ല എന്നുള്ളതൊക്കെയായിരുന്നു ആ ഘട്ടത്തിൽ വാദിച്ചിരുന്നത്. പക്ഷേ ഈ കേസിൽ ഉള്ളത് പെൺകുട്ടി KPCC പ്രസിഡന്റ് അയച്ച പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അതിൽ പറയുന്നത് തന്നെ വിവാഹ വാഗ്ദാനം നൽകി സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി, റൂമിലേക്ക് വിളിച്ച് കയറ്റി പീഡിപ്പിക്കുകയായിരുന്നു. ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു. അതിനുശേഷം ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി, ഗുരുതരമായ മുറിവുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ പരാതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ബലാത്സംഗ
ബലാത്സംഗമാണ്, റേപ്പാണ്, ഒപ്പം തന്നെ മാരകമായി ആക്രമിക്കപ്പെടുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഈ കേസിലുണ്ട്. നേരത്തെ ഉള്ളത് ഈ ബന്ധം സ്ഥാപിച്ച ശേഷമുള്ള ലൈംഗിക ബന്ധവും അതിനുശേഷം ഗർഭം ധരിക്കുന്ന കാര്യവും ഒക്കെയായി അങ്ങനെ ബന്ധപ്പെട്ടതായിരുന്നു. പക്ഷേ നിർബന്ധിത ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ചു, ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ആ കേസിൽ ജാമ്യം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ജില്ലാ കോടതി എത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജിയുമായി പോവുകയും അറസ്റ്റ് തടയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ജില്ലാ കോടതിയിൽ ഈ കേസ് വരുമ്പോൾ നിലവിൽ പ്രോസിക്യൂഷന്റെ പ്രധാന വാദം പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറാണ്, കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ കേസ് പെൺകുട്ടിക്ക് പോലും അറിയാത്തൊരു സ്ഥലത്തേക്ക് വാഹനത്തിൽ കൊണ്ടുപോയി വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നിലവിൽ ഇപ്പോൾ തന്നെ ഈ പരാതി നൽകിയ പെൺകുട്ടി മാരകമായ രീതിയിൽ സൈബർ അറ്റാക്കിന് വിധേയമാകുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രതി പുറത്തു വന്നാൽ, ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും. ഒപ്പം തന്നെ ഈ പരാതിക്കാരിയെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്, ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാധ്യതകൾ ഒക്കെ ഉള്ളപ്പോൾ പ്രതിക്ക് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം നൽകരുത് എന്നുള്ളതായിരിക്കും പ്രധാനമായും പ്രോസിക്യൂഷൻ ഈ കാര്യത്തിൽ ആവശ്യപ്പെടുക.